ഹായ്, വെൽക്കം ടു ടച്ചില. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെൻസിന്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തു അല്ലേ? ടെൻസിന്റെ ഓരോ ഫോമും നമ്മൾ പഠിച്ചു, 12 ഫോമും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, വേണമെങ്കിൽ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഓരോ ടെൻസും യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതറിഞ്ഞു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സ്വന്തമായിട്ട് പറയാനും അതുപോലെ തന്നെ എഴുതാനും ഒക്കെ പറ്റും. ഓക്കെ, അപ്പം ഇന്നലെ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പുതിയ ക്ലാസ്സിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ എടുത്തത്, ടെൻസിന്റെ ഓരോ ഫോം. ജസ്റ്റ് ഒന്ന് പറയാം, നമുക്ക് ഓരോ കോളം വൈസ് ആയിട്ട് പഠിക്കാം. എന്ന് വെച്ചാൽ ഓരോ പേര് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് അതിന്റെ ഫോം വരണം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആണ്, സിംഗിൾ ആണ്. സിമ്പിൾ പ്രസന്റ് V1, ഓക്കെ, സിമ്പിൾ. സിമ്പിൾ പാസ്റ്റ് V2, സിമ്പിൾ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ, അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാ ഫ്യൂച്ചറിലും കോമൺ ആയിട്ട് വിൽ അല്ലെങ്കിൽ ഷാൽ ഉണ്ടാകും എന്ന കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ എന്തായിരിക്കും? വില്ലും ഷാലും ചേർത്ത് പറഞ്ഞാൽ V1. അടുത്ത കണ്ടിന്യൂസ്. കണ്ടിന്യൂസിന്റെ പ്രത്യേകത വെർബിന്റെ ING ഫോം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കണ്ടിന്യൂസിന്റെ ഒരു പ്രത്യേകത. വെർബിന്റെ ING ഫോം ഒരിക്കലും ഒറ്റയ്ക്കല്ല ഉണ്ടാകുക, അതിന്റെ കൂടെ ആരുണ്ടാകും? ഈസ്, ആം, ആർ ഉണ്ടാകും. അതിൽ പാസ്റ്റിലാകുമ്പോൾ വാസും വേറും ഉണ്ടാകും, ഫ്യൂച്ചറിലാകുമ്പോൾ ബി ഉണ്ടാകും. അപ്പം വെർബിന്റെ ING ഫോം കണ്ടിന്യൂസ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് പറഞ്ഞാൽ വെർബിന്റെ ING ഫോം. വെർബിന്റെ ING ഫോം മറ്റേക്കെല്ലാം നിൽക്കുക, കൂടെ ഓക്സിലറി വെർബ് ഉണ്ടാകും. പ്രസന്റിൽ ഈസ്, ആം, ആർ, പാസ്റ്റിൽ വാസ്, വേർ, ഫ്യൂച്ചറിൽ ബി. എല്ലാ ഫ്യൂച്ചറിലും കോമൺ ആയിട്ട് പറഞ്ഞ് വിൽ ഓർ ഷാൽ പറയുക, തീർച്ചയായിട്ടും പറയുക. ഇനി പെർഫെക്റ്റ്. പെർഫെക്റ്റ് പറഞ്ഞാൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഹാവ്, ഹാസ്, ഹാഡ്, ഇതിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കും, ഉണ്ടായിരിക്കണം എന്നതാണ് പെർഫെക്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത് അല്ലെ? അവിടെയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഹാവ്, ഹാസ്, ഹാഡ് ഒരിക്കലും ഒറ്റയ്ക്കല്ല ഉണ്ടാകുന്നത്, കൂടെ ആരുണ്ടാവും? വെർബിന്റെ V3 ഫോം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം പ്രസന്റിൽ ആരാ വരിക? ഹാവ്, ഹാസ്, ഹാഡിൽ പ്രസന്റിൽ ആരാ വരിക? ഹാവും ഹാസും മാത്രം വരിക, കൂടെ ആരുണ്ടാവും? V3 ഫോം ഉണ്ടാവും. പാസ്റ്റിൽ ആരാ വരിക? ഹാഡ് ആണ്, കൂടെ ആരുണ്ടാവും? V3 ഫോം ഉണ്ടാവും. ഫ്യൂച്ചറിൽ ആരായിരിക്കും വരിക? എല്ലാ ഫ്യൂച്ചറിലും കോമൺ ആയിട്ട് വിൽ ഓർ ഷാൽ പറയാം. വിൽ ഓർ ഷാലിന് തൊട്ട് ശേഷം ഹാവ് മാത്രമേ വരാൻ പാടുള്ളൂ, കൂടെ V3 ഫോം ഓഫ് ദി വെർബ്. ഇനി പറയാൻ പോകുന്നത് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എന്തൊക്കെ ഉണ്ടാവും? പെർഫെക്റ്റിന്റെ സ്വഭാവവും അതുപോലെ തന്നെ കണ്ടിന്യൂസിന്റെ സ്വഭാവവും ഉണ്ടാവും അല്ലെ? പെർഫെക്റ്റിന്റെ സ്വഭാവം എന്താ? ഹാവ്, ഹാസ്, ഹാഡിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരിക്കണം. കണ്ടിന്യൂസിന്റെ സ്വഭാവം എന്താ? വെർബിന്റെ ING ഉണ്ടായിരിക്കണം. ഇവരെ രണ്ടുപേരെയും സഹായിക്കാൻ ഒരാളെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ബീൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പം ഹാവ്, ഹാസ്, ഹാഡ്, അതിന്റെ കൂടെ ബീൻ, പിന്നെ വെർബിന്റെ ING ഫോം. പ്രസന്റിൽ ആര് വരും? ഹാവും ഹാസും മാത്രമേ വരൂ, ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. പാസ്റ്റിൽ ആര് വരും? ഹാഡ് വരും, പിന്നെ ബീൻ, പിന്നെ ING ഫോം ഓഫ് ദി വെർബ്. ഫ്യൂച്ചറിൽ ആര് വരും? വിൽ ഓർ ഷാൽ വരും, ഹാവ് വരും, ബീൻ വരും, ING ഫോം ഓഫ് ദി വെർബ്. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം ഇത് കൃത്യമായി പഠിച്ചു എന്ന് വിചാരിക്കാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. ഏതൊക്കെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നു? ഇവിടെ കുറെ വരയും കുറിയും മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് പറഞ്ഞുതരാം എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ട്രൂത്തും അല്ലെങ്കിൽ ഹാബിച്വൽ ആക്ഷനും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്നും കൂടി ഉണ്ട്, പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ. നാച്ചുറൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രകൃതി സത്യങ്ങൾ അല്ലെ? പ്രകൃതി സത്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, വാട്ടർ ബോയിൽസ് അറ്റ് 100 degrees Celsius. നമുക്കറിയാവുന്ന ഒരു സെന്റൻസ് ആണ്, പണ്ട് മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സെന്റൻസ് ആണ് അല്ലേ? ഓക്കെ. ഹാബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ പതിവായി ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് എന്തുപയോഗിക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. അതുകൊണ്ട് തന്നെ പതിവായി ചെയ്യുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ചില വേർഡ്സ് ഞാൻ അതൊരു ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പതിവായി ചെയ്യുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ടൈം വേർഡ്സ്: യൂഷ്വലി, റെഗുലർലി, ഡെയിലി, വീക്ക്ലി, മന്ത്ലി, യൂസ്ഡ് ടു, ഓക്കെ, എവറി ഡേ, എവറി വീക്ക്, എവറി മന്ത്, എവറി ഇയർ, എവറി മീറ്റിംഗ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? പതിവിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വാക്കുകൾ ഉണ്ടെങ്കിൽ ഏത് ടെൻസ് യൂസ് ചെയ്യണം? സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പൊ എക്സാം ഹാളിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഈ വാക്കുണ്ടോ നോക്കുക. യെസ്, വാക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതായിരിക്കും വരിക? സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു റിലേഷൻ ഓർത്ത് വെക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഈ കുറച്ച് വേർഡ്സ് ഉണ്ടാവും: യൂഷ്വലി, റെഗുലർലി, ഓഫൺ, ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ഇതുപോലുള്ള വേർഡ്സ്. ഇനി ഇതുപോലുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ ഏത് ടെൻസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ? സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഒട്ടനെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോം ആണ് സബ്ജക്റ്റീവ് പ്ലസ് V1. ഓക്കെ, സബ്ജക്റ്റീവ് പ്ലസ് V1. ഓക്കെ, അപ്പോ ക്ലിയർ ആയോ? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ കാര്യം ക്ലിയർ ആയോ? അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്,
പതിവായി ചെയ്യുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനും അതുപോലെ തന്നെ പ്രകൃതി സത്യങ്ങളെ സൂചിപ്പിക്കാനുമാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഫോം എന്ന് പറഞ്ഞാൽ V1 മാത്രമേ ചേർക്കേണ്ടതുള്ളൂ. ഇനി അതിലെന്തുണ്ടാകും? യൂഷ്വലി, ഓൾവേസ്. ആ വേർഡ്സ് കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, യൂഷ്വലി, ഓൾവേസ്, ഓഫൺ ഇതുപോലുള്ള വേർഡ്സ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. യെസ്, അടുത്തതിലേക്ക് പോകാം. സിമ്പിൾ പാസ്റ്റ്. സോ ഇവിടെ ഞാൻ ഒരു വരയൊക്കെ വരച്ചിട്ടുണ്ട്. സംഭവം ഒന്നുമില്ല, ഒരു ടൈം ലൈൻ ആണെന്ന് വിചാരിച്ചാൽ. ടൈം എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യാം? ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൽ നടുക്ക് ഞാനൊരു വര വരച്ചു. ഇത് പ്രസന്റ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു മാർക്ക് ചെയ്താൽ 2019 ആണെങ്കിൽ ഇത് 2020 ആയിരിക്കും, ഇത് 21 ആയിരിക്കും, ഇത് 22 ആയിരിക്കും. ദാറ്റ് മീൻസ് റൈറ്റിലോട്ട് പോകുന്തോറും ടൈം ഇങ്ങനെ ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് പ്രസന്റ് എങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള എന്തായിരിക്കും? പാസ്റ്റ് ആയിരിക്കും. ഇൻ റൈറ്റ് സൈഡിലേക്കുള്ള എന്തായിരിക്കും? ഫ്യൂച്ചർ ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ അത് ജസ്റ്റ് ഓർത്ത് വെക്കാമല്ലോ, ഓർത്ത് വെക്കാം. യെസ്. അപ്പോ ഇവിടെ ഞാൻ ഇങ്ങനെ വരച്ചതിൽ പ്രസന്റിന്റെ ലെഫ്റ്റ് ആയിട്ട് ഒരാളെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് പാസ്റ്റിൽ നടന്ന് കഴിഞ്ഞ ഒരു കാര്യം, അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്താണ്? പാസ്റ്റിൽ നടന്ന് കഴിഞ്ഞ ഒരു കാര്യം പറയാം. അപ്പൊ പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ ഒരു കാര്യം പറയുമ്പോൾ പാസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്തെങ്കിലും അവിടെ ഉണ്ടാവും. ഒന്നെന്തായിരിക്കും? യെസ്റ്റർഡേ പാസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ലാസ്റ്റ് ഡേ പറയും, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, അല്ലെ? ചിലപ്പോ എഗോ ചേർത്ത് പറയും, ബിഫോർ ചേർത്ത് പറയും. അപ്പൊ അത്തരം വേർഡുകൾ ഉണ്ടെങ്കിൽ ഏതാണ്? യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, പ്രീവിയസ് ഡേ, എഗോ, ബിഫോർ, ഇതുപോലുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. ചിലപ്പോൾ പാസ്റ്റ് ടൈം ആയിരിക്കും അവിടെ 2018, 2000 ആൻഡ് 1947, അല്ലെ? അതൊക്കെ പാസ്റ്റ് ടൈം ആണ്. അങ്ങനെ വന്നാലും ഏതാ യൂസ് ചെയ്യുക? സിമ്പിൾ പാസ്റ്റ് ആണ്. ഇതിന്റെ നേരെ റിവേഴ്സ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ. കാരണം ഇവിടെ ലൈൻ വരച്ചിട്ടുള്ളത്, ആക്ഷൻ വരച്ചിട്ടുള്ളത് ഫ്യൂച്ചറിലാണ്. ഓക്കെ, ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ റൈറ്റ് സൈഡിലുള്ളൊക്കെ എന്താണ്? ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു സംഭവം. അപ്പൊ നേരത്തെ യെസ്റ്റർഡേ പറഞ്ഞെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? ടുമോറോ. ടുമോറോ ഫ്യൂച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, അല്ലെ? അതുപോലെ തന്നെ കമ്മിങ്, നെക്സ്റ്റ്, അതെല്ലാം ഫ്യൂച്ചറിലത്തെ ഒരു ടൈം. ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക. ടുമോറോ, കമ്മിങ്, നെക്സ്റ്റ്, നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് മീറ്റിംഗ് ആവാം. ഓക്കെ, അതുപോലെ തന്നെ 2025, 2030. അപ്പൊ ഇങ്ങനെയുള്ള വരാൻ പോകുന്ന സമയങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും യൂസ് ചെയ്യുക? സിമ്പിൾ ഫ്യൂച്ചർ ആണ് യൂസ് ചെയ്യുക. അടുത്തത് കണ്ടിന്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. കണ്ടിന്യൂസിന്റെ പേരിൽ തന്നെ ഉണ്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. കണ്ടിന്യൂസിന്റെ പേരിലുണ്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ മാത്സിൽ ഒരു ഏരോ മാർക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? ഏരോ മാർക്ക് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഏരോ മാർക്ക് ഉപയോഗിക്കുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ഈ ഏരോ മാർക്ക് ഞാൻ വരച്ചിട്ടുള്ളത് പ്രസന്റിന്റെ മുകളിലാണ്. അപ്പൊ പ്രസന്റ് ടൈമിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യം അത് ഏതിലാ പറയാ? പ്രസന്റ് കണ്ടിന്യൂസിൽ. ജസ്റ്റ് വെറുതെ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് വരച്ചൊന്നും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പ്രസന്റിന് നേരെ മുകളിൽ ഒരു ഏരോ മാർക്ക്, ദാറ്റ് മീൻസ് പ്രസന്റ് ടൈമിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യം അത് പ്രസന്റ് കണ്ടിന്യൂസിൽ പറയാം. വി ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ്, ഹി ഈസ് വാച്ചിങ് ടെലിവിഷൻ, അല്ലെ? ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. അപ്പൊ അതൊക്കെ എന്താണ്? പ്രസന്റ് ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നേരെ താഴേക്ക് വരാം. ഇവിടെ ഞാൻ ഏരോ മാർക്ക് വരച്ചത് എവിടെയാണ്? പാസ്റ്റിന്റെ ആ ഒരു ഏരിയയിലാണ് ഞാൻ ഏരോ മാർക്ക് വരച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് എന്തായിരിക്കും അതിന്റെ മീനിങ്? പാസ്റ്റ് ടൈമിൽ കണ്ടിന്യൂസ് ആയി നടന്നു കൊണ്ടിരുന്ന ഒരു കാര്യം. അപ്പൊ ആരെങ്കിലും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു ടൈം പറയുന്നു, when I reached my home my sister was watching television. ഞാൻ വീട്ടിലെത്തുമ്പോൾ എന്റെ സിസ്റ്റർ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? ആ സമയത്ത് ഒരു പാസ്റ്റ് ടൈമിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരുന്നു. അപ്പൊ അതിനെ മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരു കണ്ടിന്യൂസ് ആക്ഷൻ ആയിരിക്കും പാസ്റ്റ് ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഓക്കെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ പ്രസന്റിൽ കണ്ടിന്യൂസ് ആയി നടക്കുന്ന കാര്യം. പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞാൽ പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം. ഓക്കെ, ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ്. രണ്ടിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഫ്യൂച്ചറിലത്തെ ഒരു കാര്യം തന്നെയാണ്, പക്ഷെ നമുക്ക് വലിയ ഉറപ്പില്ല, ഗസ് ചെയ്യുന്നതായിരിക്കും. ഹി വിൽ ബി സ്ലീപ്പിംഗ് അറ്റ് 2 o'clock. 2 മണിക്ക് അവൻ ഉറങ്ങുകയായിരിക്കും. ഉറങ്ങും എന്നല്ല പറയുന്നത്, ഉറങ്ങുകയായിരിക്കും. ഒരു ഗസ് ചെയ്ത് പറയുന്നേ, അല്ലെ? അപ്പൊ ഫ്യൂച്ചറിലത്തെ കാര്യം തന്നെ, പക്ഷെ വലിയ ഉറപ്പൊന്നുമില്ല. ഗസ് ചെയ്ത് പറയുന്നതാണെങ്കിൽ അത് ഏതിലാ പറയാ? ഫ്യൂച്ചർ കണ്ടിന്യൂസിലാ പറയാ. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്തതിലേക്ക് പോവാം. ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓരോ സിറ്റുവേഷൻ ഈ രീതിയിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലും ഈ പിക്ചറൊക്കെ മനസ്സിലോ ഓക്കെ ആണെങ്കിൽ ഓക്കെ, പ്രശ്നമൊന്നുമില്ല, ക്ലിയർ ആണ്. അടുത്തത് പറയാൻ പോകുന്നത് പെർഫെക്റ്റിനെ കുറിച്ചാണ്. പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ്.
പെർഫെക്റ്റ് എന്നുള്ളതിന് ഞാൻ കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ തൊട്ട് മുമ്പ് എന്നുള്ളതാണ്. ഞാൻ കൊടുക്കുന്ന ഒരു ഡെഫിനിഷനാണ് തൊട്ട് മുമ്പ്. ഇവിടെ നോക്കിക്കോ, പ്രസന്റ് എന്ന് പറയുന്ന ഈ ലൈനിന് തൊട്ട് മുമ്പ് ഒരാൾ നിൽക്കുന്നു, തൊട്ടുകൊണ്ട് മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് പ്രസന്റിന് തൊട്ട് മുമ്പ് നടന്നു കഴിഞ്ഞ കാര്യം സൂചിപ്പിക്കുന്നത് ഏതിലാണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഓക്കെ, ഒന്നും കൂടെ പറയാം. പ്രസന്റിന് തൊട്ട് മുമ്പ് നടന്നു കഴിഞ്ഞ ഒരു കാര്യം ഏതിലാണ് പറയാ? പ്രസന്റ് പെർഫെക്റ്റിലാണ് പറയാ. ഹി ഹാസ് ഗോൺ, അവൻ പോയതേ ഉള്ളൂ. ഓക്കെ, ഐ ഹാവ് റിട്ടൺ എ പോയം, ഞാൻ ഒരു കവിത എഴുതിയതേ ഉള്ളൂ. ഓക്കെ, യെസ്, ദേ ഹാവ് റീച്ച്ഡ്, അവര് വന്നതേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഓർത്ത് വെക്കുക, കഴിഞ്ഞതേ ഉള്ളൂ, ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുക? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. അടുത്തത് പറയാൻ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിൽ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഇതാ ഒരു ലൈൻ ഉണ്ട്. ദാറ്റ് മീൻസ് അതൊരു ആക്ഷൻ ആണ്, ഒരു പ്രവൃത്തിയാണ്. അതിനെ തൊട്ടുകൊണ്ട് അതിന് മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് അതിന് തൊട്ട് മുമ്പ് മറ്റൊരു ആക്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അയാളെ ഏതിൽ പറയണം? പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. ഓക്കെ, അപ്പം രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും, രണ്ട് സംഭവങ്ങൾ ഉണ്ടാവും. അതിൽ ആദ്യം നടക്കുന്ന ഏതിലാ പറയാ? പാസ്റ്റ് പെർഫെക്റ്റിൽ. ഓർത്ത് വെച്ചാൽ മതി, പാസ്റ്റിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഒരു കാര്യം, പാസ്റ്റിലത്തെ ഏതെങ്കിലും ഒരു ആക്ഷൻ അതിന് തൊട്ട് മുമ്പ് നടക്കുന്ന കാര്യം ഏതിലാ പറയാ? പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയാ. ഓക്കെ ആണല്ലോ? യെസ്, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയാം പാസ്റ്റിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇത് രണ്ടും കണക്റ്റഡ് ആണ് അല്ലെ? പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് ഏകദേശം കണക്റ്റഡ് ആണ്. പ്രസന്റിന് തൊട്ട് മുമ്പ് പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റിന് തൊട്ട് മുമ്പ് പാസ്റ്റ് പെർഫെക്റ്റ്. പക്ഷെ ഫ്യൂച്ചർ പെർഫെക്റ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്തറിയോ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് ഫ്യൂച്ചറിൽ ഫിനിഷ് ആകും എന്ന് പറയാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇപ്പൊ ഒരു കാര്യം കണ്ടിന്യൂസ് ആയി നടക്കുന്നു അല്ലെ? അത് ഫ്യൂച്ചറിൽ എന്താവും? ഫിനിഷ് ആകും, കംപ്ലീറ്റ് ആകും എന്ന് പറയാൻ വേണ്ടിട്ട്, അക്കംപ്ലിഷ് ആകും എന്ന് പറയാൻ വേണ്ടിട്ട്. അതുകൊണ്ട് തന്നെ അത്തരം സെന്റൻസുകളിൽ ഉണ്ടാകുന്ന വെർബ് ഫിനിഷ്ഡ്, അക്കംപ്ലിഷ്ഡ്, കംപ്ലീറ്റഡ് എന്നായിരിക്കും. ഹി വിൽ ബി കംപ്ലീറ്റഡ് ഹിസ് അസൈൻമെന്റ്. He will have completed his assignment on next Monday. He will have completed his assignment on next Monday. എന്ന് വെച്ചാൽ ഇപ്പൊ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അസൈൻമെന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മൺഡേ ആകുമ്പോഴത്തേക്കും അത് ഫിനിഷ് ചെയ്യും എന്നതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അതിന് തന്നെ സിമ്പിൾ ഫ്യൂച്ചറിൽ പറഞ്ഞാൽ എന്തായിരിക്കും? ഹി വിൽ ഫിനിഷ് ഹിസ് അസൈൻമെന്റ് ഓൺ നെക്സ്റ്റ് മൺഡേ. ഹി വിൽ ഫിനിഷ് ഹിസ് അസൈൻമെന്റ് ഓൺ നെക്സ്റ്റ് മൺഡേ എന്ന് പറഞ്ഞാൽ അടുത്ത മൺഡേ അവൻ അസൈൻമെന്റ് കംപ്ലീറ്റ് ആക്കുമെന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം ഒന്നും അതിൽ പറയുന്നില്ല. നമുക്കത് മനസ്സിലാക്കാനും പറ്റില്ല. പക്ഷെ ഈ സെന്റൻസിൽ ഹി വിൽ ഹാവ് ഫിനിഷ്ഡ് ഹിസ് അസൈൻമെന്റ് ഓൺ നെക്സ്റ്റ് മൺഡേ എന്ന് പറയുമ്പോൾ ഇപ്പൊ അവൻ അസൈൻമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു മീനിങ് അതിന്റെ കൂടെയുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പം ജസ്റ്റ് ഈ ചിത്രത്തിൽ തന്നെയുണ്ട്, ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് ഫ്യൂച്ചറിൽ ഫിനിഷ് ആകും, കംപ്ലീറ്റ് ആകും എന്ന് പറയാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കിക്കോളൂ. വളരെ മുമ്പേ തുടങ്ങിയ കാര്യം, വളരെ മുമ്പേ തുടങ്ങിയ, വെരി പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യം. ഏരോ മാർക്കിന്റെ വാല് നോക്കിക്കോ, പാസ്റ്റിന്ന് തുടങ്ങുന്നതാണ്. അത് പ്രസന്റ് ടൈമിൽ കണ്ടിന്യൂസ് ആണ്. വളരെ മുമ്പേ തുടങ്ങിയ ഒരു കാര്യം അത് പ്രസന്റ് ടൈമിൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയുള്ള ഒരു കാര്യം പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഒരു സെന്റൻസ് കേട്ടോളൂ. I have been studying English since 5th standard. 5ാം ക്ലാസ് മുതലേ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? I have been studying English for 10 years. 10 വർഷത്തോളമായി ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അത്രയും പുറകിൽ നിന്ന് തുടങ്ങിയ ഒരു കാര്യമാണ്. അത് ഇപ്പോഴും എന്താണ്? പ്രസന്റിൽ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അത്തരം ഒരു കാര്യം പറയാൻ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു, ആക്ഷൻ വിച്ച് സ്റ്റാർട്ടഡ് ഇൻ ദി പാസ്റ്റ് ആൻഡ് വിച്ച് ഈസ് കണ്ടിന്യൂസ് അറ്റ് ദി പ്രസന്റ്. ഇത് ഏതിലാ പറയാ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാ പറയാ. ഇതിൽ ഉണ്ടാകുന്ന വേർഡ്സ് അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ സിൻസും ഫോറും ഉണ്ടാവും. കാരണം എപ്പോ തുടങ്ങി എന്ന് അതിൽ പറഞ്ഞിരിക്കണം. അത്തരം സെന്റൻസിൽ എപ്പോ തുടങ്ങി എന്നുള്ളത് പറഞ്ഞിരിക്കണം. അത് ഏത് ഉപയോഗിച്ചാ പറയാ? സിൻസ് ഉപയോഗിച്ചും അല്ലെങ്കിൽ ഫോർ ഉപയോഗിച്ച് പറയാം. സിൻസിന് ശേഷം എന്താ വരിക? ഒരു പോയിന്റ് ഓഫ് ടൈമും. ഫോറിന് ശേഷം എന്താ പറയാ? ഒരു പീരീഡ് ഓഫ് ടൈം. ഞാൻ നേരത്തെ തന്നെ 2 സെന്റൻസ് പറഞ്ഞു. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് സിൻസ് 5th സ്റ്റാൻഡേർഡ്, 5ാം ക്ലാസ് മുതൽ അല്ലെ? അതുപോലെ തന്നെ മറ്റൊന്ന് എന്താ പറഞ്ഞത്? ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് ഫോർ 10 years. അതൊരു പീരീഡ് ഓഫ് ടൈം ആണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞു? ഫോർ ഉപയോഗിച്ചു. നമുക്ക് സിൻസിനെയും ഫോറിനെയും കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നമുക്ക് പ്രിപ്പോസിഷൻ എന്നൊരു സെഷൻ ഉണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഇവിടെ ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ, സിൻസും ഫോറും വരുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. അതിന് റിപ്പോർട്ട് സ്പീച്ചിലാണെങ്കിൽ ഏതിൽ വരും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരും. ഓക്കെ, യെസ്. നമ്മളത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അതിന്റെ ക്ലാരിറ്റി വരും കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചാൽ.
ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കാര്യം വളരെ മുമ്പേ തുടങ്ങിയ കാര്യം. പക്ഷെ ഇവിടെ ആരോ മാർക്ക് നോക്കിയാൽ പ്രസന്റിന് അങ്ങോട്ട് പോകുന്നുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് അത് പാസ്റ്റിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രം കണ്ടിന്യൂസ് ആയിരുന്നു. അതെങ്ങനെയാ വിചാരിച്ചാല് ഇവിടെ പറഞ്ഞൊരു കാര്യം, ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് സിൻസ് 10th സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒരു കാര്യം വേറൊരാളുടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതെന്തായി മാറി? കംപ്ലീറ്റ് പാസ്റ്റിലേക്ക് മാറിയില്ലേ? ഓക്കെ, അപ്പൊ അത് ഏതിൽ പറയണം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഒരാളുടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നില്ലല്ലോ, ഇല്ല. അപ്പോൾ ആ ഒരു കാര്യം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുക. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, രണ്ടിന്റെ ചിത്രം ഓർത്ത് വെച്ചാൽ മതി. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വെരി പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു, പ്രസന്റ് ടൈമിൽ കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വെരി പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു, പാസ്റ്റ് ടൈമിൽ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് മുമ്പേ സ്റ്റാർട്ട് ചെയ്ത കാര്യമാണ്, ഫ്യൂച്ചറിലും കണ്ടിന്യൂസ്. അപ്പൊ ഈ മൂന്നും കണക്ഷൻ ആണല്ലോ. An action started in the past and which is continuous in the present time, present perfect continuous tense. An action started in the past and which was continuous in the past time, that is past perfect continuous tense. An action started in the past and which will be continuous in the future, that is future perfect continuous tense. Okay, അപ്പോ ഇതാണ് ഓരോ ടെൻസും യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ്. അപ്പൊ ഈ ടേബിൾ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. 1-2 പ്രാവശ്യം ഒന്ന് പഠിച്ചു വെക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ടേബിൾ നിങ്ങളുടെ നോട്ട് ബുക്കിലോ മറ്റോ ഒന്ന് വരച്ചു വെക്കുക. എന്നിട്ട് അതൊന്ന് മറിച്ചു നോക്കുക. ഒന്ന് ചിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് നോക്കുക, ചിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കുക. ദെൻ ഓക്കെ, പഠിച്ചു. ഇതിനല്ലാതെ ഓരോ ടെൻസിന് ഓരോ പാരഗ്രാഫ് ആയിട്ടൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ. ഓക്കെ, യെസ്. അപ്പൊ ഇനി ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത് എക്സാമിന് ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യാന്നുള്ള കാര്യമാണ്. ഓക്കെ, ജസ്റ്റ് കുറെ കീവേഡ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കീവേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ കീവേഡ്സ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെൻസ് എങ്ങനെയാ ഫിൽ ചെയ്യുന്നുള്ള കാര്യം പറയാം. ഓക്കെ, അപ്പോൾ ബൈ. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും. ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, യെസ്. ഓക്കെ, ബൈ, സി യു.